ഇന്ത്യൻ ടീമിന്റെ കനത്ത കീഴടങ്ങലിന്റെ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കായിക വാർത്തയിലേക്ക്. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് നാണംകെട്ട തോൽവി. 408 റൺസിലാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തകർത്തത്. 549 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 140 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 54 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. ഇതോടെ 2-0 പരമ്പര ദക്ഷിണാഫ്രിക്ക തൂത്തുവാരിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ഇന്ത്യ പോയതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിച്ചേ മതിയാവൂ. ആരാധകരെ സംബന്ധിച്ചുള്ള മുറവിളി അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ ടീം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്, ഇതാണോ ഞങ്ങളുടെ ഇന്ത്യൻ ടീം എന്നവർ ചോദിക്കുകയാണ്. അങ്ങനെ BCCIയുടെ ഒക്കെ തന്നെ ഒഫീഷ്യൽ പേജുകളിലൊക്കെ വന്ന് ഇപ്പോൾ തന്നെ പ്രതികരണങ്ങൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷ് മോഹൻ കായിക ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. അതിനുമ്പ് ഒരു പ്രതികരണം, ഗംഭീറിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. The learning on the field. Test cricket is never easy when you're playing against a top quality side. So you got to give them time as well. So for me, I think that is something they'll keep learning. Hopefully they keep learning. That is important. Because I know that I hate using this word transition. This is exactly what transition is. When you've got in test cricket, when you've got your batting lineup which is literally played less than 15-20 test matches, they need time to absorb pressure. They need time to keep getting better against quality attacks and against quality sides. You spoke about experience and someone needed to put his hand on it and stop this slide. So a specific question, like the shot that Rishabh did, like Dhruv Jurel is very new to test cricket. Situational awareness will grow with time, but the captain of the side, 40 test matches, he knows the situation. Do you expect better from the captain of the side? Look, I expect better from everyone. I expect better from myself to everyone in that room. I'm not going to sit here and say that I expect something better from one individual. The point is, if you want to win test matches against quality sides, you need to expect better from everyone. കഴിഞ്ഞ ടെസ്റ്റിന് ശേഷം നടന്ന വാർത്താ സമ്മേളനം, അതിനപ്പുറത്തെ കാര്യങ്ങളെയൊക്കെ തന്നെ ഇനിയും വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഒരുക്കുകയാണ്. ജ്യോതിഷ് മോഹൻ എന്നോടൊപ്പം ചേരുകയാണ്. ജ്യോതിഷ്, എൻ്റെ ടീം ഇന്ത്യൻ ടീം ഇങ്ങനെയല്ല എന്ന് ആരാധകർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇത് രണ്ടാമത്തെ തോൽവിയാണ്. അപ്പോൾ ഈ തോൽവിയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ റാങ്കിങ്ങിൽ 5ാമതേക്ക് ഇന്ത്യ അല്ലേ താഴേക്ക് പോകുന്ന ഒരു നിമിഷവുമുണ്ട്. മാത്രമല്ല ഈ ടീമും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ബാക്കിയുള്ള ഫോർമാറ്റുകളിലേക്ക് ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോയേക്കാം. ടെസ്റ്റിന്റെ കാര്യത്തിൽ എത്രത്തോളം കനത്ത പരാജയമാണ്? ഇങ്ങനെ പോയാൽ ഇന്ത്യൻ ടീമിന്റെ ഗതി എന്താകും? തീർച്ചയായിട്ടും പ്രജീഷ്, ഇതൊരു ഈ സമീപകാലത്ത് ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു തോൽവിയാണ്. 408 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ട് ദക്ഷിണാഫ്രിക്കയുടെ പൂർണ്ണമായിട്ടൊരു ആധിപത്യം തന്നെ ഈ ടെസ്റ്റിൻ്റെ ഉടനീളം നമുക്ക് എടുത്താൽ മനസ്സിലാവും. ഒരു തരത്തിൽ പോലും ഇന്ത്യൻ ബൗളർമാർക്കോ ബാറ്റർമാർക്കോ ഈ മത്സരത്തിൽ ഒരു തരത്തിൽ പോലും ഒരു മികവ് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഫൈറ്റിംഗ് എന്ന് നമ്മൾ ഒരു വാക്ക് അങ്ങനെ എടുത്ത് പറയുമല്ലോ, അതുപോലും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ പ്ലേയേഴ്സിന് സൗത്ത് ആഫ്രിക്കയുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഏകപക്ഷീയമായിട്ടാണ് ഇന്ത്യ അടിയറവ് പണിയുന്നത്. ഇത്തരത്തിലൊരു പരാജയം ഈ അടുത്ത കാലത്തൊന്നും സൗത്ത് ആഫ്രിക്കയുടെ അഡ്വാൻറ്റേജ് എന്താണ്? കാരണം സ്പിന്ന് നന്നായിട്ട് കളിക്കാൻ കഴിയുന്നു. കാരണം അല്ല, പാകിസ്ഥാനിൽ ലാസ്റ്റ് മാച്ചിന് പോയി അവിടെ 1-1 ഒരു പരമ്പരയിൽ 1-1 നല്ല ഒരു പരിശീലനം അവർക്ക് സ്പിന്നിന്റെ കാര്യത്തിൽ ലഭിച്ചു. അങ്ങനെ ഇവിടെ വന്ന് പിച്ചടക്കം ഇന്ത്യ ഒരുക്കിയത് അനുകൂലമായിട്ടുള്ള പിച്ചാണ് ഇന്ത്യക്ക്. പക്ഷേ അവിടെ ഒന്നും ഇന്ത്യക്ക് ആ അഡ്വാൻറ്റേജ് കിട്ടിയില്ല. അതേസമയം ഏറ്റവും കൂടുതൽ മുൻതൂക്കം ആ അഡ്വാൻറ്റേജ് എല്ലാം കിട്ടിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വെച്ച പ്രകടനം അത് വിലയിരുത്തിയാൽ ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വെച്ച പ്രകടനം, അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവർ സ്പിന്നേഴ്സിനെ ഇറക്കി, സ്പിന്നേഴ്സായാലും പേസ് ബോളർമാർക്കാണെങ്കിൽ പേസ് ബോളർമാരായാലും തന്നെയും അവർക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ ആയുധങ്ങളും അവർ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ 2 ടെസ്റ്റ് മത്സരങ്ങൾക്കും അവർ ഇറങ്ങിയത്. ഈ മത്സരത്തിന് മുൻപേ, അതായത് ടെസ്റ്റ് പരമ്പരയ്ക്ക് എത്തുന്നതിന് മുമ്പ് ടെമ്പാബാവും അവരുടെ ക്യാപ്റ്റൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായി, ഞങ്ങൾക്ക് ഇന്ത്യൻ പിച്ച്, ഇന്ത്യൻ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പിന്നേഴ്സിനെ പിന്തുണയ്ക്കുന്ന ടൈപ്പിലുള്ള വിക്കറ്റുകളാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലുള്ള പൊതുവെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരത് മുൻകൂട്ടി കണ്ട് ഇന്ത്യയിൽ കളിക്കാൻ അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള സ്പിന്നേഴ്സുമായിട്ട് തന്നെയാണ് അവരെത്തിയത്. അതിൽ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടത് സിമോൺ ഹാർമർ എന്ന ബോളറാണ്. അദ്ദേഹം മനോഹരമായിട്ടാണ് അദ്ദേഹം പന്ത് തിരിച്ച് ഇന്ത്യൻ ബാറ്റർമാരുടെ ഇടയിലേക്ക് അദ്ദേഹം വിക്കറ്റുകൾ തുരുതുരാ വീഴ്ത്തിക്കൊണ്ടിരുന്നത്. 6 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. അതേപോലെ തന്നെ സീമേഴ്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ ജാൻസന്റെ ഈ ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സ് മാർക്കോ ജാൻസൺ എന്ന ബോളറിൻ്റെ ഒരു മികവ്, അദ്ദേഹം കൃത്യമായി പന്തെറിയുന്നു. ആക്യുറസി, അദ്ദേഹത്തിൻ്റെ ലെങ്ത്ത് എല്ലാം കൃത്യം തന്നെയായിരുന്നു. ഇന്ത്യൻ ബാറ്റർമാർക്ക് പേര് കേട്ട ഇന്ത്യയുടെ ബാറ്റിംഗ് പട എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്ന ആ ബാറ്റിംഗ് നിര അപ്പാടെ പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ കാരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പരിശീലകന്റെ റോളിൽ ഗംഭീറിന്റെ പരിശീലനം അത് നിർത്തിവെക്കേണ്ട, അല്ലെങ്കിൽ ഗംഭീറിന്റെ രാജിക്ക് വേണ്ടി മുറവിളി
നേരത്തെ തന്നെ കഴിഞ്ഞ പരാജയത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമാകുമ്പോൾ ഗംഭീർ എത്രത്തോളം പരാജയമായി മാറിയിട്ടുണ്ട്? ഗംഭീറിൻ്റെ ഇപ്പം നമ്മൾ ഈ ഒരു സീരീസ്, ഈ സൗത്ത് ആഫ്രിക്ക സീരീസിൽ 2 മത്സരങ്ങളുള്ള സീരീസ് 2ഉം പരാജയപ്പെട്ടു. ഇതേപോലെ അതായത് സമ്പൂർണ്ണ പരാജയം പരിശീലിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. കാരണം ഇദ്ദേഹം ഇതിന് തൊട്ട് മുമ്പ് ന്യൂസിലൻഡിൻ്റെ പരമ്പരയും 3 ടെസ്റ്റ് മത്സരങ്ങളിൽ 3ഉം പരാജയപ്പെട്ടു. അതായത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടെസ്റ്റിൽ ഗംഭീർ സമ്പൂർണ്ണ പരാജയമാണ്. മെന്റർ മാത്രമായിട്ടിരിക്കാനേ യോഗ്യതയുള്ള ഒരു പരിശീലന റോളിലേക്ക് ഈ ടെസ്റ്റിൽ അദ്ദേഹം എത്തുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ പലതും പരാജയപ്പെട്ടു പോകുന്നു. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പരീക്ഷണങ്ങളൊക്കെ നല്ലതാണ്, പരീക്ഷണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ ടീമും ഏതൊരു കായിക മേഖലയിലും പരീക്ഷണങ്ങളൊക്കെ നടത്തി തന്നെയാണ് മുമ്പോട്ട് പോകാറ്. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്ലേയേഴ്സൊക്കെ നന്നായിട്ട് കളിച്ചു തരും. പക്ഷേ ഗംഭീർ ഏതെങ്കിലും ഒരു പരീക്ഷണം നടത്തി അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അതിൽ തന്നെ ജ്യോതിഷ് ഒരു കാര്യം ചോദിച്ചു. കാരണം ഈ 2020 ഫോർമാറ്റിൽ കളിക്കുന്ന മികച്ച കളിക്കാര് അവരെയൊക്കെ വീണ്ടും ടെസ്റ്റിലേക്ക് തിരികെ കയറ്റി. ഇത് നോക്കുന്ന 3 വിക്കറ്റ് കീപ്പേഴ്സ് ആണ് ഈ കളിയിലുള്ളത്. പിന്നീട് നോക്കൂ നിതീഷ് കുമാർ റെഡ്ഡി. അപ്പോൾ പല ബാറ്റ്സ്മാൻമാരെയും, പിന്നെ മാത്രമല്ല 1 ഡൗൺ ഇറങ്ങേണ്ട നേരത്തെ കോഹ്ലിയുടെയൊക്കെ ഒരു വിടവ് ഇപ്പോഴും നിൽക്കുകയാണ്. അത് പാച്ചപ്പ് ചെയ്യാൻ ഒരു കളിക്കാരൻ പോലും പ്ലേസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സെലക്ടേഴ്സിനും ഇവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. സെലക്ടേഴ്സിന് തീർച്ചയായിട്ടും പരാജയമുണ്ട്. കാരണം ഇതിൽ ഇപ്പം ഈ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നൊരു അവസ്ഥയിലെത്തി കഴിയുമ്പോൾ മുൻ താരം സുരേഷ് റൈനയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇത് സഞ്ജു സാംസണെ എന്തുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ബാറ്ററാണ് കരുൺ നായർ. അത്തരത്തിലുള്ള നിരവധി ബാറ്റേഴ്സിനെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റും. ഇത് ഒരു കളിയിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ മാറ്റുക, തുടരെ അവർക്ക് അവസരങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യൻ ടീമിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കോച്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇടയാവുന്നത്. അത് മാത്രമല്ല എടുത്തു പറയേണ്ട വേറൊരു കാര്യം, 3ാമത്തെ പൊസിഷൻ, അത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പൊസിഷനാണ് 3ാമത്തെ, അത് 1 ഡൗൺ. ആ പൊസിഷനിൽ ആദ്യം സായ് സുദർശൻ ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നു. അതിനുശേഷം പിന്നീട് ആ പൊസിഷനിലേക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ ഒരു പരീക്ഷണമുള്ള കൊണ്ടുവരുന്നു. അതിന് മുന്നേ മറ്റൊരു താരം ശുഭ്മാൻ ഗില്ലിനെ ഒരു ഇടയിൽ ആ പൊസിഷനിൽ കളിപ്പിക്കുന്നു. അപ്പം ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു ബാറ്റിംഗ് നിര വരുമ്പോൾ തന്നെ ടെസ്റ്റിനെ സംബന്ധിച്ച് അതെല്ലാം വലിയ കുഴപ്പമാണ്. കാരണം അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് സമയമെടുത്ത് കളിക്കേണ്ടതാണ്, ഒരുപാട് സ്റ്റാമിന വേണം. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചടിയായി മാറുകയാണ്. തീർച്ചയായും. അപ്പോൾ ഇരുത്തി ചിന്തിക്കണം ഇന്ത്യൻ ആരാധകർക്ക്. അവർ വലിയ സങ്കടത്തിലാണ്. കാരണം ഗംഭീർ അടക്കം സെലക്ടർമാർ അടക്കം ഇന്നത്തെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. ഇന്ത്യ ഇങ്ങനെയല്ല. കാരണം ഇത്രത്തോളം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകാനുള്ള ഇന്ത്യൻ ടീം അല്ല എന്ന് ആരാധകർ മുറവിളി കൂട്ടുകയാണ്. അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ടീം.